Students, നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ ആണ്. എന്നാൽ ചില കേസുകളിൽ കമ്മ്യൂട്ടേറ്റീവ് ആകുന്ന കേസും നമ്മൾ പറഞ്ഞതാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സസൈസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇഫ് 2x plus 3y equal to matrix 2, 3, 4, 0 and 3x plus 2y equal to 2, minus 2, minus 1, 5, find x and y. ശ്രദ്ധിക്കുക, ഇവിടെ 2x plus 3y സ്മോൾ എക്സും വൈ അല്ല, ക്യാപിറ്റൽ എക്സും വൈയും ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ എക്സും വൈയും രണ്ട് മെട്രിക്സുകളാണ്. ആ രണ്ട് മെട്രിക്സുകളാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് എടുത്തെഴുതുന്നു. 2x plus 3y equal to matrix 2, 3, 4, 0. Then 3x plus 2y equal to matrix 2, minus 2, minus 1, 5. നോക്കൂ, ഇത് രണ്ട് ഇക്വേഷനാണ്. നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ തന്നെ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. രണ്ട് ലീനിയർ ഇക്വേഷനുകൾ വന്നാൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം ആക്കണം. കാരണം ഇവിടെ ഓൾറെഡി എക്സിൻ്റെ കൂടെയുള്ള നമ്പറുകൾ സെയിം അല്ല, വൈയുടെ കൂടെയുള്ള നമ്പറുകളും സെയിം അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിനെയും സെയിം ആക്കുകയാണ് വേണ്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ കൂടെ 2, ഇവിടെ എക്സിൻ്റെ കൂടെ 3. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6 ആവും. സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6 ആവും. അപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 ഇംപ്ലൈസ് എന്താണ് വരിക? 6x പ്ലസ് 9y ഈക്വൽ ടു മെട്രിക്സ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6, ഇത് 9. ഈ മെട്രിക്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റുകളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 6, 9, 12, 0. ശരിയാണല്ലോ. അതേപോലെ ഇക്വേഷൻ 2 ഇൻറ്റു എത്ര കൊണ്ടാണ്? 2 കൊണ്ട് അല്ലേ, ഈക്വൽ ടു 6x പ്ലസ് 2 ഇൻറ്റു 2 4y ഈക്വൽ ടു മെട്രിക്സ്. ഇതിനെ 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 4, minus 8, minus 2 and 10. ശരിയാണല്ലോ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ 6x plus 4y ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4, മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 4, മൈനസ് 8 അല്ല മൈനസ് 4 ആണ്. ദെൻ മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2, 5 ഇൻറ്റു 2 10. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് സെയിം ആയി. ഇനി ഇവ നമ്മൾ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യുക? സെയിം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസലായി പോകണമെങ്കിൽ ഇക്വേഷൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ദെർഫോർ നമ്മൾ മൈനസ് ചെയ്യുന്നു. മൈനസ് മൈനസ് ഇതും മൈനസ് ആണ്. അപ്പോൾ എന്താ വരിക? 6x പോകുമ്പോൾ എക്സ് പോകും. 9 മൈനസ് 4 ഇറ്റ്സ് 5y ഈക്വൽ ടു ഈ മെട്രിക്സിൽ നിന്ന് ഈ മെട്രിക്സിനെ മൈനസ് ചെയ്യുക. എങ്ങനെയാണ് മെട്രിക്സ് മൈനസ് ചെയ്യുന്നത്? സെയിം എലമെൻറ്റുകൾ തമ്മിൽ 6 മൈനസ് 4 ഇറ്റ്സ് 2, 9 മൈനസ് മൈനസ് 4, 9 മൈനസ് മൈനസ് 4 ഈസ് 9 പ്ലസ് 4, 13. Now 12 minus minus 2 it's 12 plus 2 it's 14. 0 minus 10 it's minus 10. അപ്പോൾ ഇതാണ് 5y. Therefore which implies y equal to matrix 5y. ഇതാണെങ്കിൽ y എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5 കൊണ്ട് മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യണം. മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലെ ഓരോ എലമെൻറ്റുകളെയും ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ വരിക? 2/5, 13/5, 14/5 and minus 10/5. This is the matrix y. Matrix y ഇങ്ങനെയാണ് കിട്ടുക. ഇനി മെട്രിക്സ് y കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ വൈക്ക് പകരം നമ്മൾ y ഇട്ട് കൊടുക്കും. അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് y കിട്ടിക്കഴിഞ്ഞു. y കിട്ടിയാൽ ഇനി നമുക്ക് എക്സും കൂടി കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇക്വേഷൻ 1-നകത്ത് yക്ക് പകരം കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരിക? 2x plus 3 into matrix 2/5. Now 13/5, 14/5, minus 10/5 എനിക്ക് മൈനസ് 2 എന്ന് എഴുതാം. മൈനസ് 2 ഈക്വൽ ടു മെട്രിക്സ് 2, 3, 4, 0. ശരിയാണല്ലോ. വൈക്ക് പകരം നമ്മൾ കൊടുക്കുമ്പോൾ 3 ഇൻറ്റു ദെയർഫോർ 2x പ്ലസ് 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/5, 3 ഇൻറ്റു 13, 39/5. ന്യൂമറേറ്ററിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 14, 42/5. 3 into minus 2 it's minus 6 equal to matrix 2, 3, 4, 0. Therefore 2x equal to എന്ത് വരും? ഈ മെട്രിക്സ് ആഡ് ചെയ്തിരിക്കില്ലേ, ഇത് അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. മെട്രിക്സ് 2, 3, 4, 0 മൈനസ് മെട്രിക്സ് 6/5, 39/5, 42/5
-6. അപ്പോൾ ഇത് ഈ മെട്രിക്സ് ഇവിടെ ആഡ് ചെയ്തിരുന്ന മെട്രിക്സ് അപ്പുറം പോയപ്പോൾ മൈനസ്. ഇനി ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2x ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു മെട്രിക്സ് ഉണ്ടായത് അപ്പുറം പോയി മൈനസായി. ഇനി അവ തമ്മിൽ മൈനസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 6/5. ഇറ്റ്സ് 2 - 6/5. എങ്ങനെയാണ് ചെയ്യുക? 2 - 6/5 ഇത് 2/1 എന്നാണ് അർത്ഥം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? 10 - 6/2 ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 5. ദെയർഫോർ 10 - 6 ഇറ്റ്സ് 4/5. അപ്പോൾ ഇവിടെ എന്ത് വരും? 4/5. മനസ്സിലാവുന്നുണ്ടല്ലോ? അതേപോലെ അടുത്തത് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് 3 - 39/5. നേരത്തെ ചെയ്തതുപോലെ 3/1 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ 15 - 1 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39 ആൻഡ് 1ഉം 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5. ഇറ്റ്സ് ഈക്വൽ ടു -24/5. 15 - 39 ഈസ് -24. Therefore ഇറ്റ്സ് -24/5. അടുത്തത് 4 - 42/5. എങ്ങനെയാണ് ചെയ്യുക? 4/1 5 ഇങ്ങോട്ട് പോകുമ്പോൾ 20 -1 അങ്ങോട്ട് പോകുമ്പോൾ 1 × 42/1 × 5 ഇറ്റ്സ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു -22 -22/5. ഇറ്റ്സ് -22/5. നൗ 0 - -6 ഇറ്റ്സ് +6. ഇതാണ് 2x. നമുക്ക് x ആണ് വേണ്ടുന്നത്. ദെയർഫോർ x ഈക്വൽ ടു മെട്രിക്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഓരോ ആളുകളെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. നോക്കൂ, 4/5 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4/5 × 1/2 എന്നർത്ഥം. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് റെസിപ്രോക്കൽ. ദെയർഫോർ 2ഉം 4ഉം പോയിട്ട് എന്ത് വരും? 2/5. ദെയർഫോർ ഇറ്റ്സ് 2/5. -24/5 എടുക്കുമ്പോൾ -24/5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ 1/2 എന്നർത്ഥം. അപ്പോൾ ഇത് പോകുമ്പോൾ എന്ത് വരും? -12/5. ഇവിടെയും -22/5 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ × 1/2. അപ്പോൾ 22 × 1/2 2ഉം 22ഉം പോകുമ്പോൾ -11/5. 6/2 ഇറ്റ്സ് 3. ഇതാണ് x. അപ്പോൾ നമുക്ക് y കിട്ടിക്കഴിഞ്ഞു, എക്സും കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സിൽ ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. എക്സും വൈയും കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. നോക്കൂ, ഇവിടെ എക്സും വൈയും സ്മോൾ ലെറ്റേഴ്സ് ആണ്. എക്സ് ആൻഡ് വൈ ഇഫ് 2 × ദിസ് മെട്രിക്സ് പ്ലസ് ദിസ് മെട്രിക്സ് ഈക്വൽ ടു ദാറ്റ് മെട്രിക്സ് 5, 6, 1, 8. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈ രണ്ട് എലമെൻറ്റുകളാണ് മെട്രിക്സിലുള്ളത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്നത് പോലെ തന്നെ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ വരിക? 2, 6, 0, 2x പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ഒന്നുമില്ല, ആ മെട്രിക്സ് അങ്ങനെ തന്നെ വരും. y 0, 1, 2 ഈക്വൽ ടു മെട്രിക്സ് 5, 6, 1, 8. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ വരിക? 2 + y. അതങ്ങനെ എഴുതാനേ കഴിയുള്ളൂ, കാരണം ഒരെണ്ണം നമ്പരും ഒരെണ്ണം വേരിയബിളുമാണ്. 6 + 0 ഇറ്റ്സ് 6, 0 + 1 ഇറ്റ്സ് 1, 2x + 2 ഈക്വൽ ടു മെട്രിക്സ് 5, 6, 1, 8. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിലെ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 + y ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 5 എന്ന് എഴുതാം. 2 + y ഈക്വൽ ടു 5, y ഈക്വൽ ടു 5 - 2 ഇറ്റ്സ് y ഈക്വൽ ടു 3. അപ്പോൾ y കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കുന്നതിന് 2x + 2 ഈക്വൽ ടു 8, 2x ഈക്വൽ ടു 8 - 2, 2x ഈക്വൽ ടു 6, x ഈക്വൽ ടു 6/2 ഇറ്റ്സ് ഈക്വൽ ടു 3. നോക്കൂ, എക്സും വൈയും കിട്ടി. ഇവിടെ എലമെൻറ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മെട്രിക്സ് തന്നിരിക്കുന്നത് എന്താണോ ആ ഓപ്പറേഷൻ ചെയ്ത് രണ്ട് മെട്രിക്സുകൾ ഈക്വലാക്കി അതിൽ നിന്ന് വേരിയബിൾസിനെ കണ്ടുപിടിക്കുക. ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന സിമ്പിളായ ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3, 1, -1, 2 ഷോ ദാറ്റ് a² - 5a + 7i ഈക്വൽ ടു o എന്നാണ്. 0 എന്നല്ല, o. ഇറ്റ്സ് എ 0 മെട്രിക്സ് o. അപ്പോൾ ഇവിടെ എ തന്നിരിക്കുന്നു. ഈ ഇക്വേഷൻ ഇത് ഇത്രയും ചെയ്യുമ്പോൾ o മെട്രിക്സ് 0 മെട്രിക്സ് കിട്ടുമെന്ന് തെളിയിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതാണ്. a² - 5a + 7i ആണ്. ആദ്യം നമ്മൾ a² കാണുന്നു. നോക്കൂ, a² എന്ന് പറഞ്ഞാൽ അർത്ഥം a × a എന്നുള്ളതാണ്. ദാറ്റ് ഈസ് a എന്നാണ്. a² a × a എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് തന്നെ 3, 1, -1, 2 × again 3, 1, -1, 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റോ × കോളമാണ് അല്ലേ? ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം. അപ്പോൾ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം 3 × 3 + 1 ×
-1 കാരണം ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ഇനി ഇല്ലല്ലോ അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം കഴിഞ്ഞു. നൗ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സോ ഇറ്റ്സ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം കഴിഞ്ഞു, സെക്കൻഡ് കോളം കഴിഞ്ഞു, ഫസ്റ്റ് കോളം കഴിഞ്ഞു, സെക്കൻഡ് കോളം കഴിഞ്ഞു, ഇനി തേർഡ് കോളം ഇല്ല, അതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്യും. ഫസ്റ്റ് റോ വെച്ച് ചെയ്യാൻ ഇനി ഒന്നുമില്ല. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം therefore -1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു -1. നൗ -1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. Its matrix closed. Second row into first column, second column, then there is no column further after, therefore we can't do anything. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 9 -1 3 പ്ലസ് 2 -3 -2 -1 പ്ലസ് 4 ഈക്വൽ ടു മെട്രിക്സ് 8 5 -5 ഇറ്റ്സ് 3. 8 5 -5 ഇറ്റ്സ് 3. അപ്പോൾ ഇതാണ് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലായല്ലോ. എ ഇൻറ്റു എ. ഇനി നമുക്ക് എ ക്യൂബ് ആയിരുന്നെങ്കിലോ, എ ക്യൂബ് ആയിരുന്നു ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എ സ്ക്വയർ ഇൻറ്റു എ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എടുത്തെഴുതും ഇൻറ്റു എഗെയിൻ എ മെട്രിക്സ് എടുത്തെഴുതും. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എ ക്യൂബ് കിട്ടുക. അപ്പോൾ അതുപോലെയാണ് A⁴ ഉണ്ടെങ്കിൽ ദെൻ എ ക്യൂബ് ഇൻറ്റു എ. അപ്പോൾ ആദ്യം എ ക്യൂബ് കാണണമെങ്കിൽ എ സ്ക്വയർ കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന മെട്രിക്സിനെ വേണം പിന്നീട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. A⁴ വേണമെങ്കിൽ എ ക്യൂബ് കണ്ടുപിടിക്കണം. ആ കിട്ടുന്നതിനെ വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. അപ്പം എ സ്ക്വയർ നമുക്ക് കിട്ടി. ഇതാണ് എ സ്ക്വയർ കിട്ടിയത്. അടുത്തത് നമുക്ക് കാണാനുള്ളത് 5a. ഇറ്റ്സ് 5a. ഇറ്റ്സ് 5 ഇൻറ്റു മെട്രിക്സ് 3 1 -1 2. ഇറ്റ്സ് 15 5 -5 10. കാരണം 5a എന്ന് പറഞ്ഞാൽ 5നെ എല്ലാ എലമെൻറ്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. നൗ 7i ഈക്വൽ ടു 7 ഇൻറ്റു നോക്കൂ, i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2ഉം 3ഉം ഉണ്ട്. ദാറ്റ് ഈസ് 1 0 0 1 ഉണ്ട്, ഇല്ലെങ്കിൽ 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്ന തേർഡ് ഓർഡറുമുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നത്. എയുടെ ഓർഡർ നോക്കൂ, ഇത് 2/2 അല്ലേ, ഇറ്റ്സ് ഓഫ് ഓർഡർ 2 അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റിയും ഓർഡർ 2 തന്നെ ഉപയോഗിക്കുക. ചിലപ്പോൾ പരീക്ഷ ക്വസ്റ്റ്യനിൽ ഐ തരും, i ഈക്വൽ ടു 1 0 0 1 എന്ന് തരും. തന്നില്ലെങ്കിൽ എയുടെ ഓർഡർ എന്താണോ, ഓർഡർ 2 ആണെങ്കിൽ ഐയും എന്ത് ഉപയോഗിക്കുക? സെക്കൻഡ് ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി ദാറ്റ് ഈസ് 1 0 0 1 ഉപയോഗിക്കുക. ഇവിടെ എ 3/3 ആയിരുന്നെങ്കിൽ ഇവിടെ ഐഡൻറ്റിറ്റി 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്ന ഓർഡർ 3യിലുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിക്കണമായിരുന്നു. ഇവിടെ എ 2/2 ആയതുകൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് ഐഡൻറ്റിറ്റിയും സെക്കൻഡ് ഓർഡർ ഈക്വൽ ടു 7 ഇൻറ്റു 1 0 0 1 ദാറ്റ് ഈസ് 7 0 0 7. ഇതാണ് നമ്മളുടെ 7a. അപ്പോൾ എല്ലാ എക്സ്പ്രഷനും ആയി കഴിഞ്ഞു. എ സ്ക്വയർ 5a 7a അതെല്ലാം കാണും. ഇനി എന്താണ് ചെയ്യേണ്ടത്? എ സ്ക്വയർ -5a പ്ലസ് 7i ഈക്വൽ ടു മെട്രിക്സ് എ സ്ക്വയറിന് പകരം 8 5 -5 3 മൈനസ് 5aക്ക് പകരം 15 5 -5 10 പ്ലസ് 7iക്ക് പകരം 7 0 0 7. That is equal to matrix നോക്കൂ 8 minus 15. 8 minus 15 is -7. അപ്പോൾ that is equal to matrix -7. 5 minus 5 it's 0. Minus 5 minus it's -5 plus 5 it's 0. 3 minus 10 it's -7. Plus last matrix ആയ 7 0 0 7. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാണ്ടേ -7 plus 7 ഇറ്റ്സ് 0 0 0 0. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 0 മെട്രിക്സ് കിട്ടും. ദാറ്റ് ഈസ് O കിട്ടും. അപ്പോൾ എ സ്ക്വയർ -7a പ്ലസ് എ സ്ക്വയർ -5a പ്ലസ് 7a നമുക്ക് എന്ത് കിട്ടി? O എന്ന് കിട്ടി. ഇങ്ങനെയാണ് അത് ഷോ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 3 -2 4 -2 ആൻഡ് i ഈക്വൽ ടു 1 0 0 1. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് അവർ തന്നിരിക്കുന്നു. ഫൈൻഡ് k സോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ka minus 2i. k is a small number. ka minus 2i. ശ്രദ്ധിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് k ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. എ സ്ക്വയർ ഈക്വൽ ടു നേരത്തെ പറഞ്ഞതാണ് a ഇൻറ്റു എ. ഇറ്റ്സ് മെട്രിക്സ് 3 -2 4 -2 ഇൻറ്റു എഗെയിൻ 3 -2 4 -2. ശരിയാണല്ലോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞോളൂ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ വരിക? 3 × 3 9 പ്ലസ്
minus 2 into 4, it's minus 8. Now 3 into minus 2, it's minus 6, plus minus 2 into minus 2, it's 4. Now second row into first column, 4 into 3, 12, plus minus 2 into 4, minus 8. Second row into second column, 4 into minus 2, minus 8, plus minus 2 into minus 2, 4, equal to matrix 9 minus 8, it's 1, minus 6 plus 4, it's minus 2, 12 minus 8, plus minus is minus, 12 minus 8, it's 4, minus 8 plus 4, it's minus 4. അപ്പോൾ a സ്ക്വയർ നമുക്ക് കിട്ടി, a into a ചെയ്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് k into a, that is k into മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 4 മൈനസ് 2 therefore ഈക്വൽ ടു നമുക്കറിയാം ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എല്ലാ എലമെൻറ്റുകളെയും 3k മൈനസ് 2k 4k മൈനസ് 2k ഇതാണ് കെ എ, കെ ഇൻറ്റു എ. നൗ ഇറ്റ്സ് 2i 2 ഇൻറ്റു ഐഡൻറ്റിറ്റി അവർ തന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ എയുടെ ഓർഡർ 2/2 ആയതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി എടുക്കുക. 1001, ഇറ്റ്സ് 2002. ഇതാണ് നമ്മളുടെ കെ എ 2i ആൻഡ് എ സ്ക്വയർ. ഇതെല്ലാം കിട്ടി. ഇനി നമ്മൾ അത് നമ്മളുടെ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ സ്ക്വയർ ഓൾറെഡി കണ്ടുപിടിച്ചു, കെയും 2i എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമ്മളുടെ എക്സ്പ്രഷൻ ഇതാണ്, എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i. therefore a square എന്ന പകരം ഇറ്റ്സ് മെട്രിക്സ് 1 മൈനസ് 2 4 മൈനസ് 4 ഈക്വൽ ടു കെ എ. കെ എന്ന് പറയുമ്പോൾ എന്താ വരിക, 3k, ഇറ്റ്സ് മൈനസ് 2k ആൻഡ് 4k ആൻഡ് ഇറ്റ്സ് മൈനസ് 2k. മെട്രിക്സ് കെ എ കഴിഞ്ഞു. മൈനസ് 2i എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടതാണ് 2002 എന്ന് പറയുന്നതാണ് മെട്രിക്സ് 2i. അപ്പോൾ ഇതെന്താ വരിക, ഈക്വൽ ടു മെട്രിക്സ് 1 മൈനസ് 2 4 മൈനസ് 4 ഈക്വൽ ടു മെട്രിക്സ് 3k മൈനസ് 2. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അതങ്ങനെ എഴുതാനേ കഴിയുള്ളൂ, കാരണം ഇവിടെ 3k ആണ്, അവിടെ 2 ആണ്. 3k മൈനസ് 2 ആൻഡ് മൈനസ് 2k മൈനസ് 0, ഇറ്റ്സ് മൈനസ് 2k ആൻഡ് 4k മൈനസ് 0, ഇറ്റ്സ് 4k. നൗ മൈനസ് 2k മൈനസ് 2, ഇറ്റ്സ് മൈനസ് 2k മൈനസ് 2. അങ്ങനെ എഴുതാനേ കഴിയുള്ളൂ, കാരണം ഇത് എക്സ്പ്രഷൻസ് അല്ലേ, അപ്പോൾ അങ്ങനെ എഴുതാനേ കഴിയുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നൗ നോക്കൂ, ഈ മെട്രിക്സും ഈക്വൽ ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ മെട്രിക്സ് ഈക്വൽ ആയി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 ഈക്വൽ ടു 3k മൈനസ് 2 എന്ന് എഴുതാം. കാരണം എല്ലാ എലമെൻറ്റുകളും സെയിം ആണ്. മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എലമെൻറ്റ് ഇതേ ഈക്വൽ ടു ഇത്, അല്ലെങ്കിൽ ഇതേ ഈക്വൽ ടു ഇത്, അല്ലെങ്കിൽ ഇതേ ഈക്വൽ ടു ഏത് വേണമെങ്കിലും നമുക്ക് ഇക്വേറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്തു, മൈനസ് 2 ഇപ്പുറം വരുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3k, 3 ഈക്വൽ ടു 3k, therefore k ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1 എന്നുള്ള ആൻസറാണ് കിട്ടുക. ഇത് നമ്മൾ ഏത് എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കൂ, മൈനസ് 2k ഈക്വൽ ടു മൈനസ് 2, അതിൽ നിന്ന് k1 കിട്ടും, 4 ഈക്വൽ ടു 4k, k1 കിട്ടും. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇക്വേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് എലമെൻറ്റ് വേണമെങ്കിലും ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കെയുടെ വില കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെയാണ് കെയുടെ വില. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ മെട്രിക്സിൻ്റെ കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തു. അതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ബാക്കി എക്സസൈസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ചോദിക്കുക, അതിന് സംശയം നമുക്ക് തീർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് തരും, അത് നിങ്ങൾ ചെയ്യണം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതാ നോക്കൂ, എ ഈക്വൽ ടു മെട്രിക്സ് 2 1 3 4 5 6. ഇത് എ ഒരു മെട്രിക്സ് ആണെങ്കിൽ എയുടെ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നത് എ ഡാഷ് എന്നാണ്. മേളിലൊരു ഡാഷ്, ഒരു വര കൊടുത്താൽ അതിനെ എ ഡാഷ് എന്നാണ് വിളിക്കുക. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എന്നാണ്. ചില ടെക്സ്റ്റുകളിൽ എ റൈസ് ടു ടി എന്ന് എഴുതും. അപ്പോൾ രണ്ടും ട്രാൻസ്പോസ് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഇത്രയേ ഉള്ളൂ, വരിയായി കിടന്ന ആളെ നിരയാക്കി എഴുതുക. ദാറ്റ് ഈസ് റോ ആയ ആളെ കോളമാക്കുക. 2 1 3 4 5 6 കോളമാകുമ്പോൾ എന്താവും ഉണ്ടോ. അപ്പോൾ 2 1 3 റോ ആയിരുന്നു, അതിന് ഇനി എന്താക്കി എഴുതുക, കോളമാക്കി. അപ്പോൾ റോ ആയിട്ട് കിടന്ന ആളെ കോളമാക്കുക, അല്ലെങ്കിൽ കോളമായി കിടന്ന ആളെ റോ ആക്കുക. രണ്ടായാലും റോ ആയി കിടന്ന ആളെ കോളമാക്കിയാലും കോളത്തിനെ റോ ആക്കിയാലും ട്രാൻസ്പോസ് കിട്ടും. അപ്പോൾ ഇവിടെ 2 1 3 ആയിരുന്നു, അത് താഴോട്ട് എഴുതി. 4 5 6 അത് വേറൊരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ ബി ഈക്വൽ ടു മെട്രിക്സ് 2 1 5 3. ബിയുടെ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരിക, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു നോക്കൂ, 2 1 റോ ആയിരുന്നു, അത് കോളമാക്കി എഴുതി. 5 3 റോ ആയിരുന്നു, അതിനെയും കോളമാക്കി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ് വരിക, എയുടെ ഓർഡർ ഇറ്റ്സ് 2/3.
3 2 റോയും 3 കോളവും. ട്രാൻസ്പോസ് ആകുമ്പോൾ ഇത് തിരിയും 3/2 ആവും. നോക്കൂ 3 റോയും 2 കോളവും. ഇവിടെ 2/2 ആണ്, അത് തന്നെയാണ് ട്രാൻസ്പോസ് ചെയ്താലും വരിക, തിരിഞ്ഞാലും 2/2 തന്നെയാണ് വരിക. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിലെ റോസിനെ കോളമാക്കി എഴുതുക, അല്ലെങ്കിൽ കോളത്തിനെ റോസ് ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് നമ്മൾ പറഞ്ഞു, വളരെ സിമ്പിളാണ്. റോ കോളമാക്കി എഴുതുന്നതിനാണ് ഇനി ട്രാൻസ്പോസുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് ചെയ്യാം. എയും ബിയും 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. വെരിഫൈ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് ഒരിക്കൽ ട്രാൻസ്പോസ് എടുത്തതിന് ഒന്നുകൂടി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തത്. 2 എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്. അതായത് എയും ബിയും നിങ്ങൾ ആഡ് ചെയ്ത ശേഷം ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നത് ഇയാളുടെ ട്രാൻസ്പോസും എടുത്തിട്ട് ആഡ് ചെയ്താലും സെയിം ഉത്തരം കിട്ടും. മൂന്നാമത് കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും തുല്യമാണ്. ഈ 3 എണ്ണവും ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടികളാണ്. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടികളായിട്ട് നോട്ട്സിൽ പ്രത്യേകം എഴുതുന്നതാണ്. പ്രോപ്പർട്ടി ഓഫ് എ ട്രാൻസ്പോസ് എന്ന് എഴുതിയിട്ട് ഈ 3 എണ്ണം അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതണം. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഈ എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കോളൂ, നമുക്ക് എ എടുക്കാം. ഒന്നാമത്തതാണ് തെളിയിക്കാൻ പോകുന്നത്. എ ഈക്വൽ ടു മെട്രിക്സ് 3√3 2 4 2 0. നോക്കൂ, എ ട്രാൻസ്പോസ് എടുക്കും. എ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരിക? റോ കോളമാക്കി എഴുതണം അല്ലേ? 3√3 2 4 2 0. നോക്കൂ, വീണ്ടും ഒന്നുകൂടി ട്രാൻസ്പോസ് എടുത്തതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഈ റോ ആയി കിടന്ന ആൾ കോളമാകും. 3 4√3 2 അത് കോളമാകും. 2 0 വീണ്ടും കോളമാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ വരും? ഒറിജിനൽ മെട്രിക്സ് ആയ എ തന്നെ കിട്ടും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? എയുടെ ട്രാൻസ്പോസ് എടുത്തു, അതിനെ ഒന്നും കൂടി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒറിജിനൽ മെട്രിക്സ് തന്നെ വരും. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് എ. ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു. ഒരു ട്രാൻസ്പോസ് എടുത്തിട്ട് ഒന്നുകൂടി എടുത്താൽ അത് തന്നെ കിട്ടും. രണ്ടാമത് നമുക്ക് തെളിയിക്കേണ്ടത് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ബ്രാക്കറ്റിനകത്തുള്ള എ പ്ലസ് ബി കാണും. എ പ്ലസ് ബി ഈക്വൽ ടു, നോക്കൂ, എയും ബിയും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എ പ്ലസ് ഡയറക്റ്റ് പറയാം. 3 + 2 ഇറ്റ്സ് 5. √3 - 1 ഇറ്റ്സ് √3 - 1. കാരണം ഒരു റൂട്ടും ഒരു റൂട്ട് ഇല്ലാത്തതാണ്. അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ എഴുതാനേ കഴിയുള്ളൂ. 2 + 2 ഇറ്റ്സ് 4. Now 4 + 1 it's 5. 2 + 2 it's 4. 0 + 4 it's 4. ഉണ്ടല്ലോ, അതാണ് എ പ്ലസ്. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. എന്താണ് സംഭവിക്കുക? റോ ആയിരുന്നത് കോളം ആകുമ്പോൾ 5 √3 - 1 4 5 4 4. നോക്ക്, റോ ആയിട്ടുള്ളതിനെ കോളമായിട്ട്. ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് എടുക്കാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു, നോക്കൂ, എയുടെ ട്രാൻസ്പോസ് എന്താണ് വരിക? 3√3 2 4 2 0 കോളമാക്കി എഴുതുമ്പോൾ 4 2 0. നൗ ബി ട്രാൻസ്പോസ് പറഞ്ഞോളൂ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. റോ കോളമാകുമ്പോൾ 2 - 1 2 ദെൻ 1 2 4. കാരണം ഇവിടെ റോ ആയിരുന്നു, അത് കോളമായി. ഇനി നിങ്ങൾ എ ഡാഷ് പ്ലസ് ബി ഡാഷ്, ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആഡ് ചെയ്യൂ. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3 + 2 5. √3 + -1 ഈസ് √3 - 1. Now 2 + 2 4. 4 + 1 5. 2 + 2 4. 0 + 4 4. നോക്കൂ, എ ഡാഷ് പ്ലസ് ബി ഡാഷും ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് തന്നെയാണ് എന്ത്? എ ഡാഷ് പ്ലസ് ബി ഡാഷ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയും നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ പ്രോപ്പർട്ടി കെ ഇൻറ്റു ബി എടുക്കാം. കെ ഇൻറ്റു ബി ഈക്വൽ ടു കെ ബി കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k - 1k 2k 1k 2k 4k എല്ലാ എലമെൻറ്റിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നൗ കെ ബി ദ ഹോൾ ഡാഷ്, ഇതിൻ്റെ ട്രാൻസ്പോസ് ഇടും. എന്ത് കിട്ടും? 2k - 1k is -k 2k. നൗ k 2k 4k. റോ ആയിരുന്നത് കോളമാക്കി എഴുതി. ഇതാണ് ഇടത്തെ സൈഡ് കെ ബി ദ ഹോൾ ട്രാൻസ്പോസ്. അടുത്ത ബി ട്രാൻസ്പോസ് പറഞ്ഞോളൂ. അപ്പുറത്തെ സൈഡ് ചെയ്യണ്ടേ? ബി ട്രാൻസ്പോസ് ആകുമ്പോൾ 2 - 1 2 1 2 4. ഇതിനെ കോളമാക്കി എഴുതി. നൗ കെ ബി ഡാഷ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ബി ഡാഷ്. ബി ഡാഷ് ഓൾറെഡി നമ്മൾ ചെയ്തു. 2 1 - 2 1 2 4. Therefore it's equal to 2k 1 into k it's k minus k it's 2k again 2k 4k. ഓരോ ആളുകളെ കെ കൊണ്ട് മൾട്ടിപ്ലൈ. ഇതാണ് കെ ഇൻറ്റു ബി ഡാഷ്. നോക്കൂ, ഇത് രണ്ടും സെയിം ആണ്. കെ ബി ദ ഹോൾ ഡാഷും
കെ ഇൻറ്റു ബി ഡാഷ് സെയിം ആണ്. അപ്പോൾ ലാസ്റ്റ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടികളാണ് ഇത് രണ്ടും, ഇത് മൂന്നും. ശ്രദ്ധിക്കുക, ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടികളായിട്ട് ഇത് മൂന്നെണ്ണം എഴുതുക. ഓരോന്നും നമ്മൾ കണക്ക് വെച്ച് ചെയ്താണ് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസിനെ കോളംസ് ആക്കിയോ അല്ലെങ്കിൽ കോളംസിനെ റോസ് ആക്കിയോ എഴുതുന്നതാണ് ട്രാൻസ്പോസ്.